എൻ്റെ ഒരു ഫേവററ്റ് മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ എന്ന് പറയുന്നത്. കോട്ടൺ നമുക്ക് ഏതൊരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി നമുക്ക് സമ്മർ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ കോട്ടൺ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടും അത് അൺസ്റ്റിച്ചഡായിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക് വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. രണ്ടും ഒരേ പാറ്റേണിൽ നമുക്ക് കളർ ചേഞ്ച് മാത്രമാണ് വന്നിട്ടുള്ളൂ. ചെറിയൊരു ആ ഫ്ലോറൽ വർക്കിൽ നമുക്ക് കളർ ഡിഫറൻസ് ആണ് വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ആ ഒരു വൈറ്റിൽ ഒരു ബ്ലൂവിൻ്റെ ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് ഫുള്ളി പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല രസമുള്ളൊരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് യോക്ക് പോർഷൻ മാത്രമാണ് നമുക്ക് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. യോക്കിലാണെങ്കിലും നമുക്ക് ഫുള്ളി ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നിട്ട് ആ ഒരു ബീഡിൻ്റെ വർക്കും സർദോസിയുടെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. അതിന് നമുക്ക് 4 സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുള്ള ലേസ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ ലേസും കൂടെ അറ്റാച്ച് ചെയ്താണ് ആ ഒരു വർക്ക് ഒരു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുള്ളി പ്രിൻ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. സ്പെഷ്യലി ഞാൻ കോട്ടനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി കോട്ടൺ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒത്തിരി ചൂസ് ചെയ്യുന്നതും എല്ലാവർക്കും കൂടുതലുള്ള കളക്ഷൻസും കോട്ടൺ ആയിരിക്കും. ഒരു സമ്മർ ടൈമൊക്കെ ആകുമ്പോഴും നമുക്കിപ്പോൾ ടീച്ചേഴ്സിനായിക്കോട്ടെ കാഷ്വൽ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ടിട്ട് എന്താവശ്യത്തിനാണോ പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു മെറ്റീരിയലും കൂടെയാണല്ലേ കോട്ടൺ. ഇതാണ് ബോട്ടം ഫുള്ളി ഒരു പ്രിൻ്റഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇതാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ബാക്കിലും ആ ഒരു സെയിം പ്രിൻ്റ് ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബാക്ക് പോർഷൻ ആൻഡ് ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് നല്ലൊരു കുറച്ചൊന്ന് ലോങ് ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും. ആൻഡ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട ഒരു ഫുള്ളി നമുക്കൊരു ആ ഒരു ഫ്ലോറിൻ്റെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു പ്രിൻ്റ് ഡീറ്റെയിലൊക്കെ നല്ല രസമാണ് വരുന്നത്. ഒരു ബ്രൈറ്റ് ഷെയ്ഡ് വൈറ്റിലാണെങ്കിൽ പോലും കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സാണ് കേട്ടോ എല്ലാം. ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് കോട്ടണിൽ തന്നെ. കോഡ് വരുന്നത് MT128, പ്രൈസ് റേഞ്ച് 1019 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. മുന്നെയൊക്കെ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഓർഗൻസ സാരി ഒരുപാട് പഫി ആയിട്ടൊക്കെ നിൽക്കുമെന്ന് കേട്ടോ. പക്ഷെ വെഡ്ഡിങ്ങിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി ഞാനത് ആ ഒരു ഫാബ്രിക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരു ചർച്ച് വെഡ്ഡിങ്ങിനാണെങ്കിൽ വെഡ്ഡിങ് ഡേ അല്ലെങ്കിൽ ഈവനിങ് വല്ല ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓർഗൻസയിൽ വരുന്ന സാരീസ് നമുക്ക് ഷേപ്പായിട്ട് വെയർ ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം ഫാബ്രിക് യൂസ് ചെയ്ത് അണ്ടർ സ്കേർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ആ ഒരു ഫിഷ് കട്ടിലുള്ള ലുക്കിലുള്ള അണ്ടർ സ്കേർട്ടും കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഫിഗറി ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇതൊരു ക്ലാസിക് പാറ്റേണിൽ വന്നേക്കുന്ന ഓർഗൻസ സാരിയാണ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു 3 കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഞാൻ വേറെ ചെയ്തേക്കുന്ന സാരീൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മൾട്ടി കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലാവൻഡർ ഷെയ്ഡിനോട് മാച്ചായിട്ട് നിൽക്കുന്ന പീച്ച് ആൻഡ് പിങ്കിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ്, അതിനകത്ത് അൺഈവനായിട്ട് വന്നേക്കുന്ന സ്കാലപ്പ് ഫിനിഷ്, ആ ഒരു ഫ്ലവേഴ്സ് ഒന്നും കട്ട് ചെയ്ത് പോവാതെ ആ ഒരു ഹാഫ് പോർഷൻ ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. സ്കാറ്ററായിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. പല്ലുവിൻ്റെ പോർഷനിലൊക്കെ ആ ഒരു ലുക്കാട്ടോ വരുന്നത്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്, പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന പ്ലീറ്റ്സ് ആട്ടോ. അതിന് ഇതിൻ്റെ ബ്ലൗസ് പീസും റണ്ണിങ്ങിൽ തന്നെയാണ് വരുന്നത്. വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സ് കണ്ടുപോവാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെയിം ആട്ടോ. കളേഴ്സ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു 3 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഇതൊരു ടീൽ ഗ്രീൻ ഷെയ്ഡ്. ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ കസിൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കസിൻസിനാണെങ്കിലും അമ്മമാർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷൻ. ആൻഡ് കോളേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ലുക്ക് വരുന്ന ഇതാട്ടോ, ടീൽ ഗ്രീൻ. ഭയങ്കര ക്ലാസി ആയിട്ട് നിൽക്കുന്ന വൈറ്റ് ഷെയ്ഡ്. ആൻഡ് അതിനകത്ത് വൈറ്റിനകത്ത് ഏത് കളർ ഷെയ്ഡ് വന്നാലും കുറച്ചൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. ഇതിനകത്തും സെയിം ആ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. ഔട്ട്ലൈൻ കൊടുത്തിട്ട് ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് സെയിം ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഫൈനൽ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ. നമ്മുടെ
ഒലീവ് ഗ്രീനിൻ്റെ ഒരു ടിൻറ്റ് വരുന്നുണ്ട്. ഇതാണ് ലുക്ക് വരുന്നത്. ഷിമ്മർ ഓർഗൻസ, ഒരു സിൽവർ ടൈപ്പ്, നമ്മുടെ ടിഷ്യൂവിൽ സിൽവർ വരുന്ന ഒരു ലുക്കാണ് ഇതിനകത്ത്. ബോഡിയിൽ വരുമ്പോൾ നമ്മൾ ക്ലോസിൽ നോക്കുമ്പോൾ ഒരു ഷിമ്മർ ഈവനിങ് ഫംഗ്ഷനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് SPP 546. പ്രൈസ് റേഞ്ച് വന്നെങ്കിൽ 3199. ഇത് ട്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. സെമി ടെസർ ഫാബ്രിക്കിനകത്ത് പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ടോൺസിൽ വന്നിരിക്കുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ്. കളക്ഷനിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ്. അപ്പം ഓർഗൻസ ദുപ്പട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോക്കോ, അല്ലാത്തൊരു ഫുൾ വീഡിയോ കണ്ടു. കാരണം ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ ഇഷ്ടത്തിനും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോ ടോപ്സായിട്ട് കാണാം. ഇത് ഇപ്പം ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ 3 കളർ ഷെയ്ഡ്സ് ആട്ടോ നമ്മളിപ്പം സ്റ്റോറിൽ അവൈലബിൾ ആക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കളർ, പീച്ച് കളർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ടെസർ ഫാബ്രിക് പോലെ തന്നെയാണ്, സെമി സിൽക്ക് ഫാബ്രിക്കാണ്. അതിനകത്ത് സാറ്റിൻ ഫിനിഷിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ പലരും എൻ്റെ പല സാരികളിനകത്തൊക്കെ കണ്ടിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആയിരിക്കും. അതിനെ ഞാനൊന്ന് ഇച്ചിരിയും കൂടെ ഡിഫറെൻ്റ് ആക്കി യോക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ സാരിയുടെ കോർണേഴ്സിൽ വരുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. അതിനകത്ത് പീച്ച് പിങ്ക് ഷെയ്ഡ് ആയത് കാരണം മോവ് പിങ്കിൻ്റെയും ഓഫ് വൈറ്റിൻ്റെയും കോമ്പിനേഷനിൽ തിക്കായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുകയാണ്. 2 കോർണേഴ്സിൽ യോക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ ആൻഡ് സ്കാറ്റേർഡ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പം ടോപ്പിൻ്റെ ലുക്ക്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്കിനകത്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ഓർഗൻസ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഓർഗൻസയിൽ നിന്നും ഇച്ചിരിയും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഇങ്ങനെ ചാടിപ്പോകാതെ എന്നാൽ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ലുക്ക് വേണമല്ലോ. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ട നമുക്ക് ഒത്തിരി സെറ്റ്സിൻ്റെ കൂടെ, ഇപ്പോൾ ചർച്ച് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്ലെയിൻ വൈറ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ നല്ലതാണ്. ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഡ്ജിൽ, ഡയമണ്ട് ഷേപ്പിൽ വരുന്ന. ടോപ്പിൻ്റെ എൻഡിലും അതേപോലെ തന്നെ നമ്മൾ ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് ഡൈഡ് ബോട്ടം ആയത് കാരണം അതിനകത്തൊരു മറ്റേ ടെസറിലൊക്കെ കാണുന്ന പോലത്തെ സ്മഡ്ജ് ഫിനിഷിങ്ങും കാണും. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ്. പിന്നെ വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഇങ്ങനെ ഞാൻ വെച്ച് കാണിക്കാം. കാരണം ഈ ഷെയ്ഡ്സൊക്കെ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യുന്നവരല്ലല്ലോ. നമ്മൾ ഓൺലൈനിൽ കാണുമ്പം എല്ലാവർക്കും നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം അങ്ങനെ കാണുമ്പം ഇതിപ്പോൾ ഞാൻ നല്ല ഡേ ലൈറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ആ കളറ് കറക്റ്റായിട്ട് കാണാമായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ ആ വൈറ്റ് കളറിലെ ത്രെഡ് എംബ്രോയിഡറിയാണ് ത്രൂ ഔട്ട് കൊടുത്തേക്കുന്നത്. ആ ദുപ്പട്ട എംബ്രോയിഡറിക്ക് ഓൾമോസ്റ്റ് ഒരു കലംകാരി ഇൻസ്പയർഡ് ലുക്കുമാണ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത്. കലംകാരിയിലെല്ലാം കാണുന്നത് പോലെ അല്ലെങ്കിൽ ലക്നൗവിൽ കാണുന്ന പോലത്തെ ഫുള്ളായിട്ടുള്ള സ്കാറ്റേർഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. സെക്കൻഡ് ഷെയ്ഡ് രമ്യ ഇതിലൊന്ന് വരണേ. ആൻഡ് തേർഡ് വൺ വന്നേക്കുന്നത് നല്ല പെയിൽ യെല്ലോ കളർ. അതൊരു ഗോൾഡൻ ടച്ചും കൂടെ നിൽക്കുന്ന യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ തന്നെ, ഒരു മിനിറ്റ് കേട്ടോ ഞാൻ തരാതെ, ഇതിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എല്ലാം ഫാബ്രിക് ഒന്നും കൂടെ ഞാൻ ക്ലോസറിൽ കാണിക്കാം. ടെസർ ഫാബ്രിക്കിൻ്റെ അതേ ഫിനിഷിങ്, സിൽക്കിൻ്റെ ലസ്റ്റർ, ഫ്ലാഷി ആയിട്ടുള്ള ലസ്റ്റർ അല്ല, സിൽക്ക് ഫാബ്രിക്, അതായത് കാഞ്ചീപുരത്തിലൊക്കെ കാണുന്ന സിൽക്കിൻ്റെ ആ ഒരു പ്യുവർ സിൽക്കിൻ്റെ ആ ഒരു ലസ്റ്റർ ഫീലും കൂടി ഇതിനകത്തുണ്ട്. ആൻഡ് ഫാബ്രിക്കിൻ്റെ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് സാറ്റിൻ ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2479 ആണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളക്ഷൻ. ഇതങ്ങ് കൊണ്ടോ കേട്ടോ, ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പം ആ ഒരു ഡിസൈനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന, എന്നാൽ ടോൺ ടു ടോൺ കോമ്പിനേഷൻ്റെ കൂടെ വന്നിരിക്കുന്ന കളക്ഷനാണ്. സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഇങ്ങനെ വരും. യോക്ക് പോർഷനിൽ ആ ലക്നൗ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ഉണ്ട്, ലൈൻ പാറ്റേൺ ഉണ്ട്. ആ ഒരു ഹണികോം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഹണികോം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇനി ഇതാർക്കെങ്കിലും ഒരു പാർട്ടി വെയർ ലുക്കിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷിയർ ലുക്ക് കട്ട് വർക്കൊക്കെ കൊടുത്തിട്ടും ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് ബോട്ടം വന്നിട്ടുണ്ട്. നേരത്തെ കളക്ഷൻ്റെ ഒരെണ്ണം ബോട്ടം ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ കളക്ഷൻ വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് SUN 106 എന്ന കോഡിലാണ്. ആൻഡ് ഇതിന് ടോൺ ടു ടോൺ കോമ്പിനേഷൻ ആയത് കാരണം ചെറിയൊരു പ്രൈസ് വേരിയേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽ താഴെ
എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നതിനകത്തും ഡിഫറൻസ് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള, അതായത് ആരി എംബ്രോയിഡറി ലുക്കിലാണ് ഇതിൻ്റെ ടോപ്പിൽ ദുപ്പട്ടയിൽ വർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഇച്ചിരിയും കൂടെ കാന്ത ഇൻസ്പയർഡ് ആയിട്ടുള്ള ലൂസ് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരു 200 റുപ്പീസിൻ്റെ വേരിയേഷൻ രണ്ടിലും വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ഗ്രീനാ, നാരങ്ങയുടെ ആ ഒരു ഗ്രീൻ്റെയും പിസ്ത ഗ്രീൻ്റെയും കൂടെ കോമ്പിനേഷനിനകത്ത്, പിസ്ത ഗ്രീൻ അല്ലേ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, പിസ്ത ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഷെയ്ഡാണ്. എന്നാൽ ഒത്തിരി ചടാക്കെന്ന് നിൽക്കുന്ന കളറല്ല കേട്ടോ. ഇതാണ് എൻ്റെ ദുപ്പട്ടയ്ക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒരു ഒലിവ് ടച്ചും കൂടെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇതുണ്ടോ, ആ ഒരു ത്രെഡിൻ്റെ കളറിലാണ് എൻ്റെ ദുപ്പട്ടയുടെ ഷെയ്ഡ് വന്നേക്കുന്നത്. ബോഡി കളറിനേക്കാളും ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ടല്ലേ കാണുന്നത്. അത് സെയിം കളറായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ലൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട. 104 എന്ന കോഡിലാണ് ഗ്രീൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് നമ്മളിപ്പോൾ കണ്ടിരുന്ന അതേ ബ്ലൂ, ഇതൊരു ടീൽ ബ്ലൂവിൻ്റെയും സ്കൈ ബ്ലൂവിൻ്റെയും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ടോപ്പ് ഇങ്ങനെ വരും. യോക്ക് പോർഷനിലാണ് എൻ്റെ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ആൻഡ് ദുപ്പട്ട. അപ്പം ഇന്നത്തെ ഈ 2 കളക്ഷൻസും റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ലിങ്ക് നോക്കാം. ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. SUN 103, 104 ആൻഡ് 105 എന്ന കോഡിലാണ് ഇപ്പം നമ്മൾ കണ്ട ഈ യോക്കിൽ കട്ട് വർക്കിൻ്റെ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഡിസൈൻസ് വന്നിരിക്കുന്നത്. കോളർ നെക്ക് പാറ്റേൺ, വി നെക്ക് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.